നരകത്തിലെത്തിയാൽ ആദ്യം കൊടുക്കുന്ന വെള്ളം, ആ വെള്ളം മുഖത്തോടടുപ്പിക്കുമ്പോൾ മുഖം കത്തിക്കരുത് പോകത്ര. ഒരു തുള്ളി കുടിച്ചിട്ട് മതി എന്ന് പറയാൻ പറ്റുമോ? ഒരു തുള്ളി കുടിക്കുമ്പോഴേക്ക് അവന്റെ ആന്തരിക അവയവം മുഴുവൻ കത്തി ഉണങ്ങിപ്പോകും, കരിഞ്ഞ് കലങ്ങിപ്പോകും. ഒരു തുള്ളി കുടിച്ചിട്ട് മതി എന്ന് പറയാൻ പറ്റുമോ? ഫശാരിപൂനഷ്പല്ലിയും ദാഹിച്ചവശനായ ഒട്ടകം കുടിക്കുന്ന പോലെ ലിറ്ററോളം കുടിച്ചിരിക്കണം. അപ്പോൾ അയാൾക്ക് ഉടനെ കൊടുക്കുന്ന ശിക്ഷ വിശപ്പാണ്. വിശന്നാൽ കൊടുക്കുന്ന നരകത്തിൽ ആദ്യ ഫുഡ് എന്താ? ഉള്ളു ആണി ഭക്ഷണമാണ്. ഇത് കടിക്കുമ്പോൾ തന്നെ തൊണ്ടക്ക് കൊടുക്കും. ഇരുമ്പിന്റെ ആണി തിന്നാൽ എങ്ങനെ ഉണ്ടാവും? ഇത് ഒരു കഷ്ണം കടിച്ചിട്ട് മത്തീന്റെ പൊരിച്ചയുടെ ഉള്ളു തിന്നുന്ന പോലെ കടിച്ചിട്ട് മതി എന്ന് പറയാൻ പറ്റുമോ? ഫമാലിഹൂന മിൻഹൽ പുത്തൂൻ, പള്ള നിറച്ചു കൊടുക്കും. ഇവിടെ തഫാസീറുകളിൽ കാണാം ചാക്ക് നിറച്ച് മുള്ളിങ്ങനെ തീറ്റിപ്പിക്കും. ഇത് വിശപ്പിന്റെ കടുപ്പ് കൊണ്ട് തിന്ന് 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 പിന്നെ ദാഹം, പിന്നെ കുടിച്ച് 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 വിശപ്പ്. യത്തൂഫൂന ബൈനഹ വബൈന ഹമീമിൻ ആൻ, അങ്ങോട്ടും ഇങ്ങോട്ടും തവാഫ്. എന്നിട്ട് അള്ളാഹു അവരെ പരിഹസിച്ച് പറയും, നോക്കണം, ഹാദാ നുസ്ലുൻ, ഇത് ജസ്റ്റ് വെൽക്കം ഡ്രിങ്ക് ആയിട്ടുള്ളൂ. ലൈം ജ്യൂസ്, നൂൽപുട്ട്, പൊറോട്ട, ബിരിയാണി വരുന്നുണ്ട്, ജസ്റ്റ് സാമ്പിൾ. ഈ നരകത്തിന്റെ കോലം നമ്മൾ ആലോചിച്ച് നോക്കിയാൽ. സോഷ്യൽ മീഡിയ കാലത്ത് ട്രോളും തങ്ങന്മാരെ കളിയാക്കലും ഉസ്താദന്മാരെ ക്ലിപ്പ് എടുത്തിട്ട് പ്രസംഗം കളിയാക്കലും ഒക്കെ ആയി നടക്കുന്ന പുതിയ കാലത്ത് 999 പേര് നരകത്തിലെത്തുമ്പോൾ ഒരാൾ സ്വർഗത്തിലെത്തുക. രക്ഷപ്പെടാൻ വളരെ സാധ്യത കുറഞ്ഞ കാലത്ത് നമ്മൾ സൂക്ഷ്മതയോടെ ജീവിക്കണേ മക്കളെ.